അങ്ങനെ ഹോമിങ് ഈ ഒരു ഡയറി നോക്കി ഇവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയം തന്നെ ഹോഷനാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് നീ എന്റെ ഡ്രസ്സ് എടുത്തോണ്ട് തരാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് ഇവൻ തന്നെ ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നു. സത്യത്തിൽ ഹോമിങ് ഈ ഒരു റൂമിലേക്ക് വന്നത് ഹോച്ചന്റെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാനാണ്. പക്ഷെ ഡയറി കണ്ടപ്പോൾ ഇവനോടെ നോക്കിക്കൊണ്ട് നിന്ന് പോയി. എന്നാൽ ഇപ്പോൾ ഹോച്ചനാണെങ്കിൽ ഇവനോട് സംസാരിച്ചിട്ടാണല്ലോ ഇറങ്ങി പോയത്. ആദ്യം ഹോമിങ് അത് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്നാണ് ഇവൻ ആ ഒരു കാര്യം ചിന്തിക്കുന്നത്. ഇവനോടനെ തന്നെ ഹോച്ചനോട് വന്ന് നീ ഇപ്പൊ എന്നോട് സംസാരിച്ചല്ലേ, ഞാൻ നേരെ കേട്ടില്ല, ഒന്നുകൂടെ സംസാരിക്കാവോ എന്നൊക്കെ പറഞ്ഞ് ഇവന് സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ. മുത്തശ്ശിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് എന്ത് പറ്റി ഹോമിങ് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഓടിക്കൊണ്ട് വന്ന് മുത്തശ്ശി ഹോച്ചൻ എന്നോട് സംസാരിച്ചു, മുത്തശ്ശി കേട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവരും ഞാൻ കേട്ടു, എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്തിനാ ഇത്ര എക്സൈറ്റഡ് ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇവരോട് വളരെ സന്തോഷത്തില്ല താങ്ക്സ് പറയുന്നു. സോ ഹോഷന്റെ ക്യാരക്ടറുള്ള ചേഞ്ച് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവര് ഹാപ്പിയാണ്. ഇവൻ അമ്മയോട് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഷോയാനാണെങ്കിൽ അച്ഛന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് തിരക്കുമ്പോൾ ഹോമിങ്ങും അച്ഛന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം ഓക്കെ ആയി വരുന്നു എന്ന് പറയുന്നു. ഷോയാനും ഹോമിങ്ങിനോട് പഴയതുപോലെ തന്നെ ഹോഷൻ ആയിക്കോളും, അവന് കുറച്ച് സമയം ആവശ്യമാണ്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഹോമിങ്ങും ഇവളോട് ഞാൻ നിന്റെ ഡയറി കണ്ടായിരുന്നു, അതിലെന്താ നീ പകുതി വെച്ച് നമ്മുടെ ഫോട്ടോസ് അപ്ഗ്രേഡ് ചെയ്യുന്നത് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങൾ അത് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇനി നമുക്ക് ഒരുപാട് ഫോട്ടോസ് അതുപോലെ ആഡ് ചെയ്യണം, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് തുടങ്ങുന്നു. അവരങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇവർക്കാണെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് പിടിക്കേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്, ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ്. ഇയാള് ജിന്തയില് ഇപ്പോ ഹോമിങ്ങിന്റെ അച്ഛനില്ലാത്തത് കൊണ്ട് ചെയർമാൻ സ്ഥാനത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളിപ്പോ ആ ഒരു പ്രോജക്റ്റ് കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇയാളുടെ ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷെ ഹോമിങ് എന്തായാലും ആ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തിരിച്ചു വരുമെന്നും ഇവർക്ക് അറിയാം. കാരണം ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നവർക്കായിരിക്കും ആ ചെയർമാന്റെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ ചെന്നാണെങ്കിൽ ഇയാളുടെ കൂടെ അധികാരത്തിൽ കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹാനിനെയാണ്. കാരണം അതാണല്ലോ ഇയാളുടെ മകൻ. പക്ഷെ അത് സ്റ്റീവിന് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു മത്സരമുണ്ട്. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ ഹോച്ചനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനാണെങ്കിൽ ഹോച്ചനോട് സംസാരിക്കാനൊക്കെ ആയിട്ട് നോക്കുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇപ്പൊ മിണ്ടുന്നില്ല. ഷോയാനും അങ്ങോട്ടേക്ക് വന്ന് ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നു. ഹോമിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോവാണ്. ഹോച്ചൻ വീണ്ടും മിണ്ടാതായ കാര്യം ഷോയാനെ അറിയിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് വന്ന് നീ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് നീ ഇപ്പോഴും ഹോമിങ്ങിനെ ഇഗ്നോർ ചെയ്യണോ? ഹോമിങ് വളരെ നിരാശയിലാണ് എന്ന് പറയുമ്പോൾ ഹോച്ചൻ ഞാൻ അച്ഛനാണെന്ന് വിചാരിച്ച ആള് എന്റെ അച്ഛനല്ല, അമ്മയാണെന്ന് വിചാരിച്ചത് എന്റെ അമ്മയല്ല, ബ്രദർ എന്ന് വിചാരിച്ചത് എന്റെ ബ്രദർ അല്ല, ഞാൻ ആരാണെന്ന് തന്നെ എനിക്കറിയില്ല, പിന്നെ ഞാൻ എന്താ സംസാരിക്കേണ്ടത്, അവൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവള് ഹോച്ചൻ നീ എപ്പോഴെങ്കിലും ഹോമിങ്ങിന്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരച്ഛനാവേണ്ട പ്രായത്തിലേ അല്ല ഹോമിങ്ങിന് നീ ജനിച്ചത്. അതുകൊണ്ട് തന്നെ പുള്ളി നല്ലോണം ആ സമയത്ത് പേടിച്ചിരുന്നു. പക്ഷെ ഒരിക്കൽ പുള്ളി നിന്നെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹോമിങ്ങിന്റെ ഫാദറിന് അദ്ദേഹത്തിന്റെ മകനെയും പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഏത് രീതിയിലായാലും അവർ നിനക്ക് സംരക്ഷണം മാത്രമാണ് തന്നിട്ടുള്ളത്. നിനക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ വീണ്ടും ഹോമിങ് ഇവനെ ചതിച്ച കാര്യം തന്നെ പറയുമ്പോൾ ഇവളും തീർച്ചയായും അവൻ നിന്നെ ചതിച്ചത് തന്നെയാ, അത് തെറ്റാണെന്ന് എനിക്കറിയാം, കള്ളം പറഞ്ഞതിന് എല്ലാവരും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പക്ഷെ അതിന്റെ ശിക്ഷ നീ ഓൾറെഡി തന്നെ ഹോമിങ്ങിന് കൊടുത്തു കഴിഞ്ഞില്ലേ. ഹോമിങ് ഇപ്പോ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിനക്കൊരു ഫാമിലി ഉണ്ട്, എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, നീ എന്നും എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവൻ അപ്പോ ഞാൻ അവനോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് തീർച്ചയായും വേണ്ട, നിനക്ക് നിന്റേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, അത് നിന്നെ ആശ്രയിച്ചാണുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, എല്ലാവരും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ മാത്രമാണ്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല, നിനക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനും കുറച്ച് ഓക്കെ ഒക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം നൈറ്റ് ആണെങ്കിൽ ഹോമിങ് ഹോഷനോടൊപ്പം തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ രാത്രി ആകുമ്പോഴേക്കും ഇവനാണെങ്കിൽ നല്ല വിശപ്പാവുകയാണ്. ഇവൻ കിച്ചണിലൊക്കെ പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത്, പക്ഷെ കഴിക്കാൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് കടവെല്ലാം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വെളിയിലേക്ക് വരുന്നു. അവിടെ നോക്കിയിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അതിലേക്കൂടെ പോയ ഒരാളോട് ഇവിടെ അടുത്ത സ്റ്റോർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളും വഴി പറഞ്ഞു കൊടുക്കുന്നു. സോ ഇവനും എങ്ങനെയൊക്കെ പോയി അവന് വേണ്ട സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ തിരിച്ചു വരുന്നവർക്ക് ഇവന് ഇവിടെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഇവന് പോകേണ്ട വഴി ഏതാണെന്ന് ഓർമ്മയില്ല. ഇവന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ നല്ലോണം പേടിക്കാനായിട്ടും തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഹോമിങ്ങും നോക്കുമ്പോൾ ഹോഷൻ അടുത്തില്ല. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ പുറത്തെ ഡോറ് തുറന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവന് മനസ്സിലാവുന്ന ഹോഷൻ വെളിയിലേക്ക് പോയതാണ് എന്ന്. അതുകൊണ്ട് തന്നെ വളരെ ടെൻഷനല്ല ഹോമിങ്ങും ഇവനെ നോക്കാനായിട്ട് പുറത്തേക്ക് ഓടി വരുന്നു. അപ്പൊ ഹോഷൻ ആണെങ്കിൽ നല്ലോണം പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് ഹോമിങ് അങ്ങോട്ടേക്ക് ഇവന്റെ അടുത്തേക്ക് വരികയാണ്. എന്നോട് പറയണ്ട നീ പാതിരാത്രിക്ക് എവിടെ ഇറങ്ങിപ്പോയതാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടാണ് വരുന്നത്. പക്ഷെ അവന്റെ കയ്യില് ഫുഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഞാൻ എന്തോരം പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ഇവൻ ഒന്നും മിണ്ടുന്നില്ല. ഹോമിങ്ങിനെ കണ്ടത് കൊണ്ട് തന്നെ അവന്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. പക്ഷെ അവന്റെ ചെരുപ്പ് പൊട്ടിയത് കൊണ്ട് തന്നെ ഹോമിങ് ഇവനെ തോളിലേറ്റാണ് അവിടെ നിന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വീടെത്തുമ്പോഴേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഹോമിങ് ഭയങ്കര സന്തോഷത്തിലാണ് അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഹോഷന്റെ ആ ഒരു വെറുപ്പും പിണക്കവും ഒക്കെ മാറി വരികയാണ്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഇവളെ മുത്തശ്ശിയോട് ഞങ്ങള് നാളെ തിരിച്ചു പോകാനായിട്ടാണ് ഇരിക്കുന്നത്, അച്ഛനും ഹോസ്പിറ്റലിലാണല്ലോ, ഇപ്പൊ ഹോഷനും വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെ ആയി വരികയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി
ഹോമിങ്ങിന്റെ ഫാദറിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷോയാനും അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പോഴും കണ്ണും തുറന്നിട്ടില്ല, ഓക്കെ ആയി വരുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവരും ഇവളോട് പോയി വരാനായിട്ട് പറയുന്നു. അപ്പൊ ഷോയാനാണെങ്കിലും മുത്തശ്ശിയോട് ഞാൻ എപ്പോ വന്നാലും മുത്തശ്ശിയെ കൂടി എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. ഞാൻ എന്തായാലും ഇത്തവണ പോയി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പൊ മുത്തശ്ശി എന്തായാലും എന്റെ കൂടെ സിറ്റിയിലേക്ക് വന്നേ പറ്റൂ എന്ന് പറയുമ്പോ ഇവരും കുറച്ച് നാളത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ഓക്കെ പറയാണ്. അതിനുശേഷം ഇവളെ വീണ്ടും തിരിച്ച് ഇപ്പൊ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവളില്ലെങ്കിൽ തന്നെ ഓഫീസിലെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഷെനിനെയും. ഇവൻ കാണിച്ച കള്ളത്തരവും ചതിയൊന്നും ഇതുവരെ ഷോയാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അതിനുശേഷം അന്ന് നൈറ്റ് ലിന്നാണെങ്കിൽ ഷോയാനെ കണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. ഷെൻ ഇങ്ങനെ ഒരു ഫ്രോഡ് കാണിച്ചാണ് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നത് എന്ന കാര്യങ്ങള്. സോ അതെല്ലാം കേട്ടിട്ട് ഷോയാൻ അപ്പൊ അവൻ നമ്മളെ ഇത്രയും നാളെ പറ്റിച്ചുകൊണ്ടിരിക്കായിരുന്നല്ലേ എന്ന് പറയുമ്പോ ലിൻ എനിക്ക് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അവനെ ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യുവിന്റെ അടുത്ത് നിന്ന് തന്നെ താൽക്കാലികമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. പക്ഷെ അവനെതിരെയുള്ള ഒരു റെക്കോർഡ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്ന രീതിയിലാണല്ലോ അവൻ ഫസ്റ്റിലെ സംസാരിച്ചത്. അവന്റെ ആ ഒരു ആദ്യത്തെ ഡയലോഗുകൾ പന്തിയല്ല എന്ന് തോന്നിയപ്പോ തന്നെ ഇവളെ റെക്കോർഡ് ആ ഒരു സമയം ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇവരുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. സോ ലിന്നും നമുക്ക് എവിഡൻസ് കാണിച്ച് ബാങ്കിൽ നമ്മൾ സ്കാമിൽ ഉൾപ്പെട്ടവരെല്ലാം തെളിയിക്കാൻ സാധിക്കുമായിരിക്കും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അവര് നീ കൊടുത്ത പൈസയൊക്കെ നിനക്ക് തിരിച്ചു തന്നത്. നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും. എന്തായാലും നമുക്കിപ്പോ ബാങ്കിലെ പൈസയും കാര്യങ്ങളൊക്കെ തിരിച്ചടയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഇവളോട് ക്ഷമ ചോദിക്കുന്നു. നീ എന്നെ വിശ്വസിച്ച് കമ്പനി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് എനിക്ക് നേരെ നോക്കി നിർത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഷോയാൻ ഇത് നിന്റെ മാത്രം തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല, നീ സ്വയം കുറ്റപ്പെടുത്തണ്ട. നീ ആവശ്യമായിട്ടുള്ള തെളിവുകൾ എന്തായാലും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നീ പറഞ്ഞില്ലേ അവൻ നമ്മുടെ മാർജിൻ 21% ആക്കി ഉയർത്തിയെന്ന്. പക്ഷെ ആ ഒരു കാര്യം ബാങ്ക് നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അതവർക്ക് എങ്ങനെ പോയാലും കണ്ടെത്താൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവള് ആ ഒരു ബാങ്കിലെ മാനേജർ ഷെനിന്റെ ഫ്രണ്ട് ആണെന്നാ പറഞ്ഞത്. ചിലപ്പോ അതുവഴിയാണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഷോയാൻ ഫ്രോഡ് കാണിച്ച് ലോൺ തരുന്നത് ജയിലിൽ പോകാവുന്ന ഒരു കുറ്റമാണ്. അങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്ത് ഫ്രണ്ട് ഷെനിനെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഫ്രണ്ട് മാത്രം വിചാരിച്ചത് കൊണ്ട് ആയിരിക്കില്ലല്ലോ നമുക്ക് ലോൺ തന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് ബാങ്ക് എന്തായാലും ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് അനുവദിക്കൂ. ഇതിന്റെ ഇടയിൽ എന്തോ കളി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആ ഒരു മാനേജറിനെ പോയി എങ്ങനെയെങ്കിലും നേരിട്ട് കണ്ട് ഒന്ന് സംസാരിക്കാൻ നോക്ക്. ചിലപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പക്ഷെ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രശ്നം കാരണം നീ ഇപ്പോൾ യുവിനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവനോട് ചെന്ന് കാര്യങ്ങൾ തുറന്നു പറയണം. ഈ ഒരു പ്രശ്നം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പമുണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവളും പിറ്റേന്ന് തന്നെ വന്ന് യുവിനെ കണ്ട കാര്യങ്ങൾ എല്ലാം ഇവനോട് തുറന്നു പറയാണ്. ഷെൻ ഇവളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവനെ അവോയ്ഡ് ചെയ്തു പോവേണ്ടി വന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവന് മുന്നേ തന്നെ മനസ്സിലായതാണല്ലോ ഇവൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നതൊക്കെ കേട്ടിട്ട് ഇവൻ ഇവളോട് ദേഷ്യപ്പെടാനോ ഒന്നും പോകുന്നില്ല. ഇവളെ ആശ്വസിപ്പിച്ച് ഇനി നിനക്ക് എന്ത് പ്രശ്നം വന്നാലും നീ എന്നോട് പറയണം. ഇപ്പൊ തന്നെ നീ ഒരുപാട് സ്ട്രഗിൾ ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ലൈഫിൽ ചെറുതോ വലുതോ ആയ എന്ത് സംഭവിച്ചാലും നീ എന്നോട് പറഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുകയാണ്. മാത്രമല്ല ആ ഒരു മാനേജറിനെ കാണാൻ പോകുന്ന സമയത്ത് ഇവനും കൂടെ വരാം എന്ന കാര്യം കൂടെ പറയുന്നു. അതിനുശേഷം പറ്റുന്നാണെങ്കിൽ ഓഫീസിൽ ഇവർക്ക് എല്ലാവർക്കും ഷെൻ ഒരു മീറ്റിംഗ് വെച്ചേക്കാണ്. ആ ഒരു സമയത്താണെങ്കിലും ഷെനിനോട് ഇവളെ ഒന്നും പറയാനോ ചോദിക്കാനോ ഒന്നും പോകുന്നില്ല. ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഭാവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഷോയാൻ ആണെങ്കിൽ ലിനിനോട് ഇവർക്ക് ഇവന്റെ അറിവില്ലാതെയാണല്ലോ ആ ഒരു ബാങ്കിലെ മാനേജറിനെ കാണാൻ പോവേണ്ടത്, അത് മറ്റൊരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ വേറൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടെ ഒരു പുതിയ മാള് വരുന്നുണ്ട്, അവിടെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ കൊള്ളാന്ന് അവർക്കുണ്ട്. നമുക്കും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ നീ അവരോട് പോയി ഒന്ന് സംസാരിക്കണം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. എന്തായാലും ആ ഒരു പേരും പറഞ്ഞ് 2 ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം. സോ ഇവളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഷെൻ ആണെങ്കിൽ ഇവളെ വിളിപ്പിച്ചിട്ട് നീ എന്നാ തിരിച്ചു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും മറ്റന്നാൾ തന്നെ തിരിച്ചു വരും, നീ പേടിക്കണ്ട, ഞാൻ ഒരുപാട് വൈകില്ല എന്ന് പറയുമ്പോഴും ഇവൻ ഭയങ്കര ഡൗട്ടിലാണ് ഇവളെ നോക്കുന്നത്. അപ്പൊ ഇവള് നമ്മുടെ കമ്പനി പഴയ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നിനക്കൊന്ന് പ്രോമിസ് കീപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ നിന്നെ പുഷ് ചെയ്യില്ല, നീ എന്തായാലും പോയിട്ട് വരാനായിട്ട് പറഞ്ഞ് സംശയമൊന്നുമില്ലാതെ ഇവളെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇന്നാണ് ലിന്ന് തിരിച്ച് എത്തുന്നത്. സോ ഇവൾക്കൊരു വലിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തേക്കാണ്. അവൾക്കൊരു വലിയ പ്രപ്പോസൽ കൊടുക്കാനുള്ള പ്രിപ്പറേഷൻ ആണ്. അതിനു വേണ്ടിയിട്ടുള്ള റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ അപ്പോഴേക്കും ലിന്നാണെങ്കിൽ യുവിനോടൊപ്പമാണ് ഇവന്റെ അടുത്തേക്ക് എത്തുന്നത്. അത് കണ്ട് ഷൻ അല്ല നീ എന്താ ഇവനോടൊപ്പം, ഇവനെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഷൻ ആണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു റിങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തുറന്നു കാണിക്കുന്നു. എന്നിട്ട് ഈ ശനിയാഴ്ച തന്നെ നമുക്ക് നാട്ടിലേക്ക് പോവാൻ, അവിടെ പോയി നമുക്ക് കല്യാണം കഴിക്കാം, ഞാൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ യു ആണെങ്കിൽ ലിനെ ചേർത്ത് പിടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നായി, ഇവളിനി എങ്ങോട്ടും വരുന്നില്ല, നിന്നെ കല്യാണം കഴിക്കാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവന് ദേഷ്യം വന്ന് അപ്പോ നീ എനിക്ക് തന്ന പ്രോമിസ് തെറ്റിച്ചല്ലേ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, ഇനി എന്താ സംഭവിക്കാന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ ലോണിന്റെ കാര്യങ്ങളാണ് നീ ഇപ്പൊ സംസാരിക്കുന്നതെങ്കിൽ അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവൻ നീ അപ്പൊ മാനേജറെ കാണാൻ പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ലിന്നാണെങ്കിൽ നീ എന്താ വിചാരിച്ചത്,
നിന്റെ കള്ളത്തരങ്ങളൊന്നും ആരും അറിയില്ലെന്നാണോ? നീ തുക്കട ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ബാങ്കിനെ പറ്റിക്കെന്നാണ് വിചാരിച്ചത്? ഞാൻ ആ ഡോക്യുമെന്റ്സിൽ സീൽ ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ് നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിന്നത്. പക്ഷെ ഞാൻ മാനേജറിനെ കണ്ട സമയത്താണോ സത്യങ്ങൾ കണ്ടെത്താനായത്. നീ സബ്മിറ്റ് ചെയ്തത് ഫ്രോഡ് കാണിച്ചുള്ള ഡോക്യുമെന്റ്സേ അല്ല. നീ 21% മാർജിൻ ഉയർത്തിയിട്ടുമില്ല. ഞങ്ങളുടെ സ്റ്റുഡിയോയ്ക്ക് ആ ഒരു മാർജിൻ ഉണ്ട്. നീ എല്ലാ യഥാർത്ഥ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിച്ചു തന്നത്. പക്ഷേ നീ എന്നോട് കള്ളം പറഞ്ഞു. അത് മറച്ചു വെച്ച് എന്നെ നീ ഭീഷണിപ്പെടുത്താൻ നോക്കി. പക്ഷെ ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല. പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇത് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ നീ ജയിലിൽ പോകും. കാരണം അതിനുവേണ്ട തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് നിന്നെ ജയിലിടണമെന്ന് ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോ മേല ഇവളുടെ ലൈഫിലോട്ട് ശല്യം ചെയ്യാനായിട്ട് വരരുത്. വന്നു കഴിഞ്ഞാൽ നീ പിന്നെ ജീവനോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവര് രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഞാൻ വിചാരിച്ച പോലെ ഒന്നും തന്നെ നടന്നില്ലല്ലോ. എല്ലാം ഇവന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ആ ഒരു കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവളെ കല്യാണം കഴിക്കാം, നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്നാണ് ഇവൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പട്ടി മുങ്ങുന്ന പോലെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഇയാള് വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള്. ഇയാള് ഈസി ആയിട്ട് ആരും വോട്ടൊന്നും ചെയ്യാതെ ആണല്ലോ ചെയർമാന്റെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ബോർഡ് മെമ്പേഴ്സ് എല്ലാം പറയുന്നത് യഥാർത്ഥ ചെയർമാൻ തിരിച്ചു വരാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സീറ്റ് നേടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഞങ്ങൾക്ക് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം വീണ്ടും ഇലക്ഷൻ നടക്കും. ഇലക്ഷനിലൂടെ ആരാണോ വിജയിക്കുന്നത് അവര് മാത്രമേ ചെയർമാന്റെ സ്ഥാനത്തേക്ക് വരൂ എന്ന കാര്യം പറയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല പണിയായിരിക്കാണ്. ഇയാൾ നേരെ ചൊവ്വേ ശ്രമിച്ചാലൊന്നും ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഇയാൾക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ ഷോയാനും ഹോമിങ്ങിനോട് കമ്പനി കാര്യങ്ങളൊക്കെ എന്തായി എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് ഇവരുടെ അക്കൗണ്ട് എല്ലാം തന്നെ ഫ്രീസ് ആക്കി വെച്ചേക്കാണ് ഷെയർ ഹോൾഡേഴ്സ്. അവര് ചോദിക്കുന്ന പൈസയും കാര്യങ്ങളൊന്നും ഇവർ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല ജിന്തയിലെ ഇവരെ പൊസിഷനും എടുത്തു കളഞ്ഞു. വൈസ് പ്രസിഡന്റ് ആയിരുന്നല്ലോ ഹോമിങ്, അവിടെ അതെല്ലാം എടുത്തു മാറ്റി. ഇപ്പൊ ആ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആയിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവർക്ക് ഇവരുടെ അധികാരങ്ങൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ഹോമിങ് കൊണ്ടുപോകണം. ആ ഒരു പ്രോജക്റ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് കമ്പനിയിൽ തിരിച്ചു കയറാൻ സാധിക്കൂ. പക്ഷെ അത് ഭയങ്കര പുലിവാല് പിടിച്ച കാര്യമാണ്. കാരണം ഓൾറെഡി തന്നെ ഒരുപാട് പേര് അതിന്റെ പിന്നാലെയാണല്ലോ, ആ ഒരു ചെന്ന് ഉൾപ്പെടെ. പക്ഷെ ഇവനിപ്പോ ഇവന്റെ അച്ഛന് വേണ്ടിയിട്ടും ഹോച്ചന് വേണ്ടിയിട്ടും എന്ത് വില കൊടുത്തും ആ ഒരു കാര്യങ്ങൾ വാങ്ങിച്ച് എടുത്തേ പറ്റൂ എന്ന് പറയാണ്. പക്ഷെ ഇവനിപ്പോ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനി ഇല്ലല്ലോ സ്വന്തമായിട്ട്. എന്നാൽ അച്ഛന്റെ ഒരു പഴയ കമ്പനി ആണെങ്കിൽ ഇവൻ പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. ആ ഒരു കമ്പനിയുടെ സിഒ ആയിട്ട് ഇരുന്നുകൊണ്ടാണ് ഇവൻ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിങ് ഇപ്പോ ഇദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവന് ആരുടെയെങ്കിലൊക്കെ സപ്പോർട്ട് എന്തായാലും വേണമല്ലോ. ഒരു ഹെൽപ്പ് ചോദിച്ചാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ആണെങ്കിൽ ഹോമിങ്ങിനോട് ഒരു അധികാരവും ഇല്ലാത്ത, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടില്ലാത്ത ഇപ്പോഴത്തെ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് 4 വർഷം മുന്നേ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അതത്ര പരാജയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ഞാൻ പ്രോഫിറ്റ് നോക്കുന്നില്ല. പക്ഷെ എനിക്ക് മിസ്റ്റർ ചെന്നിനെ വീഴ്ത്തണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഇയാളാണെങ്കിൽ ആ ഒരു ഹോങ്ങിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇയാളും ഇദ്ദേഹത്തിനോട് സഹായം ചോദിച്ചാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ആണെങ്കിൽ എന്നെ കാണാൻ ഇതിന് മുന്നേ ഒരാൾ എത്തിയിട്ടുണ്ടായിരുന്നു, മിസ്റ്റർ ഹോമിങ്. ഹോമിങ് ജിന്ദ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല. ഹോമിങ്ങിന്റെ ഫാദർ തന്നെയാണ് ജിന്ദ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നിങ്ങളുടെ സൈഡിലേക്ക് വന്നാൽ അദ്ദേഹം തിരിച്ചെങ്ങാനും വന്നാൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഞാൻ നിന്നതിന് എനിക്ക് പണിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് ഹോമിങ്ങിന്റെ ഫാദറിന് അയാളുടെ സ്വന്തം കാര്യം പോലും ഇപ്പൊ നോക്കാനാവുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ബെഡിൽ വീണുപോയി. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് ഇയാളോട് പറയാണ്. അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ സ്റ്റാഫിനെ എല്ലാം തന്നെ ഇവന്റ് വീട്ടിലേക്ക് വരുത്തിയിട്ട് ഇവിടെ ഇരുന്നാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഹോമിങ് വീണ്ടും ഇദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണെങ്കിൽ ഇദ്ദേഹം ഇവനോട് എനിക്കറിയാം നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന്, എനിക്ക് നിന്നെ വിശ്വാസമാണ്. പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഇവനെ ഒഴിവാക്കിയിട്ട് പോവാണ്. ഇയാൾക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് ഹോമിങ്ങിന് മനസ്സിലാവുന്നില്ല. ആദ്യം കണ്ടപ്പോൾ ഇദ്ദേഹം നല്ല രീതിയിലാണല്ലോ സംസാരിച്ചത്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇയാൾക്ക് ആരോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹോമിങ് തളരുന്നില്ല. അവൻ അവന്റേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുശേഷം സ്റ്റീവ് ആണെങ്കിൽ ഇയാളെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കാരണം ഇയാൾ ഇപ്പോൾ ഹാനിനെ ആ ഒരു ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണ്. ആ ഒരു കാര്യം അവന് പ്രോമിസ് ചെയ്ത് കൊടുത്തും കഴിഞ്ഞു. പക്ഷെ അത് സ്റ്റീവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോട് നിങ്ങളിപ്പോൾ ഹാനിനെ ഇങ്ങോട്ട് കയറ്റാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പണിയാവും. നിങ്ങൾ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ പെട്ടെന്ന് റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായും അവനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്നെ തന്നെയാണ് ആ ഒരു പൊസിഷനിലേക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങളും ഹാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പുറത്ത് വെളിവാവും. അത് നിങ്ങൾക്ക് വലിയൊരു നെഗറ്റീവ് തന്നെ ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഹോമിങ്ങിന്റെ അവസ്ഥ പോലെയാവും. അതുകൊണ്ട് നമുക്ക് മുഴുവൻ അധികാരവും കയ്യിൽ കിട്ടിയതിനു ശേഷം പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ഇയാള് അത് മനസ്സിലാക്കിയിട്ട് ശരി നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം, പക്ഷെ ഹാനിനെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഇയാളെ തന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. സത്യത്തിൽ ഇയാൾ അവന്റെ ആ ഒരു സ്ഥാനം കൈക്കലാക്കിയതാണ്. സോ ഇവനോട് വന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ ആ ഒരു പൊസിഷൻ കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് അത് ഇയാള് മനഃപൂർവ്വം ഇവന് കൊടുക്കാത്തതാണ് എന്ന്. അതുകൊണ്ട് തന്നെ നീയാണല്ലേ ഇതിന്റെ എല്ലാം പിറകില് എന്ന് പറയുമ്പോൾ ഇയാള് എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. പക്ഷെ നിന്റെ പിറകില് ഇപ്പൊ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതല്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ ഇപ്പോ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നിന്റെ അച്ഛന് സാധിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇവൻ നീ എന്നെ നൈസിന് ഒഴിവാക്കുകയാണെന്ന് എനിക്കറിയാം. ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എന്തൊക്കെയാ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് നിനക്കറിയോ? ഹോസ്റ്റനെ തട്ടിക്കൊണ്ടുപോയതല്ല എന്റെ പേരിൽ ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല എന്റെ ലോയർ ലൈസൻസ് നഷ്ടപ്പെട്ടു. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് ചോദിച്ച് എന്തെങ്കിലും നേടിയേ പറ്റൂ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഇയാള് നിന്റെ മറ്റേ കൈയും കൂടെ തല്ലിയൊടിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്, വെറുതെ മണ്ടത്തരം കാണിക്കണ്ട എന്ന് പറഞ്ഞ് ഇവനെ ഒഴിവാക്കിയിട്ട് അയാൾ പോവുകയാണ്. ഇവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞു. അതിനുശേഷം ഇപ്പോ ഇയാളാണെങ്കിൽ ഹോമിങ്ങിനെ കാണാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവനോട് ഭയങ്കര ഭവ്യതയോടു കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരു മകനെ പോലെയാണ് കണ്ടത്. പലപ്പോഴും നിന്നെ പോലെ ഒരു മകനുള്ള നിലയ്ക്ക് നിന്റെ അച്ഛനോട് എനിക്ക് നല്ല അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിന്നെ തകർക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം നീ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് തന്നെയാണ് എന്നെയും കാണുന്നതെന്ന്. എന്റെ വിജയം എന്ന് പറയുന്നത് എന്നും നിന്റെയും വിജയമായിരിക്കും. അതുകൊണ്ട് ഈ കമ്പനിയിലെ നിന്റെ ഷെയറിങ് എനിക്ക് തന്നേക്ക്. എത്ര രൂപ വേണമെന്ന് വെച്ചാൽ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. നിന്റെ അവസ്ഥ ഇപ്പോ ഒരുപാട് പരിതാപകരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എന്നെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഹോമിങ് ഇവന് മനസ്സിലാവുന്നുണ്ട് അത് വാങ്ങിച്ചെടുത്തിട്ട് ഇവരെ പൂർണ്ണമായിട്ടും ഈ ഒരു കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ജിന്ദ ഗ്രൂപ്പ് എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിലെ ഒരു ഷെയറും വിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ എല്ലാവരും ആ ഒരു ഗവൺമെന്റ് പ്രോജക്ട് പിടിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരുപാട് കമ്പനീസ് എത്തിയിട്ടുണ്ട്. ഹോമിങ്ങും അതുപോലെ തന്നെ ചെന്നും ഹോങ്ങും എല്ലാവരും എത്തിയിട്ടുണ്ട്. അർഹതപ്പെട്ടവർക്കാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ആ ഒരു പ്രോജക്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചത് സത്യസന്ധമായിട്ട് മാത്രമായിരിക്കണം. ഒരു കള്ളത്തരം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും കള്ളത്തരം ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിയമപരമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതിൽ റിയൽ സീലും കാര്യങ്ങളൊക്കെ ആണോ വെച്ചിട്ടുള്ളത് എന്ന് പരിശോധിച്ചിട്ട് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാഫും എല്ലാം ഓക്കെയാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹോങ് ആണെങ്കിൽ മീറ്റിംഗ് തുടങ്ങാൻ വരട്ടെ, ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ജിന്ദ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള മിസ്റ്റർ ചെൻ അനധികൃതമായിട്ട് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ഇയാളുടെ കള്ളത്തരങ്ങളെ വെളിവാക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു ബോർഡിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇയാളാണെങ്കിൽ ശരിക്കും ജിന്ദ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയത് തന്നെ കള്ളത്തരം കാണിച്ചിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ഇയാൾ നല്ല രീതിയിൽ വിയർക്കാണ്. ഇയാള് ഒരിക്കലും ഹോങ്ങിന്റെ അടുത്ത് നിന്ന് ഈ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. ഇയാൾ വിചാരിച്ചത് ഹോങ് ഇയാളുടെ സൈഡിലായിരിക്കും എന്നാണ്. പക്ഷെ ഹോമിങ് ഇയാളെ ഫസ്റ്റ് കാണാൻ വന്ന സമയം തന്നെ ഇവർ തമ്മിലുള്ള ഡീല് ഉറപ്പിച്ചതാണ്. കാരണം എന്ത് തന്നെ വന്നാലും ഹോമിങ്ങിനെ ആയിരിക്കുമല്ലോ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ അമ്മ ഇപ്പോഴും നല്ലോണം ഇരിക്കുന്നത് ഹോമിങ്ങിന്റെ വൈഫ് കാരണമാണ്. സോ ആ ഒരു കടപ്പാട് ഒരിക്കലും ഇദ്ദേഹം മറക്കില്ല. പക്ഷേ പുറമെ ഈ ഒരു ചെന്നിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവോയ്ഡ് ചെയ്ത രീതിയിൽ പരസ്പരം സംസാരിച്ചതും പെരുമാറിയതൊക്കെ. ഇവർ തമ്മിലുള്ള കളികളായിരുന്നു അതൊക്കെ. സോ ഇയാളുടെ കള്ളത്തരം എല്ലാവരുടെ മുന്നിലും വെളിവാകുന്നത് കൊണ്ട് തന്നെ ഇയാൾ എല്ലാവരുടെ മുന്നിലും നാണം കിട്ടിയിരിക്കുകയാണ്. ഇയാൾ കള്ളനാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സോ വലിയൊരു മോശം പേര് തന്നെ ഇയാൾക്ക് ഇപ്പൊ വന്നേക്കാണ്. സോ അതിനുശേഷമുള്ള തുടർ അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് ആർക്ക് കൊടുക്കുന്നു എന്ന കാര്യങ്ങളിൽ തീരുമാനമാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു മീറ്റിംഗ് ഡിസ്മിസ് ചെയ്തേക്കാണ്. അയാളെ തോൽപ്പിച്ചത് കൊണ്ട് തന്നെ ഹോമിങ് ഭയങ്കര സന്തോഷവാനാണ്. അയാൾ കാരണമാണല്ലോ ഇവന്റെ അച്ഛൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആയതും ഇവന്റെ ഫാമിലിയിലെ സന്തോഷം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഹോമിങ് തിരിച്ചു പോകുന്നത്. അതിനുശേഷം നമ്മളിപ്പോ കാണുന്നത് ഹോമിങ് ആണെങ്കിൽ ഹോമിങ്ങിന്റെ അച്ഛനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പറയുമ്പോൾ, അതായത് ആ ഒരു ചെന്നിനെ താഴെ ഇറക്കിയ കാര്യം പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷവുമാണ്. അപ്പോൾ ഹോമിങ് ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു കോപ്പറേഷന് താങ്ക്സ് പറയുന്നു. എന്തിനാണെന്ന് വെച്ചാല് ഇദ്ദേഹം ഇതിന് മുന്നേ തന്നെ സത്യത്തില് ഫുള്ളായിട്ട് ഓക്കെ ആയതാണ്. പക്ഷെ ഇദ്ദേഹം ഹോസ്പിറ്റലിലാണ് എന്നറിഞ്ഞ ആ ഒരു ചെന്നാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ ഇദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, ഇദ്ദേഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിന് അയാളെ ഇവന്റെ ഫാദർ മോശം കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളോട് പറഞ്ഞത് ഇദ്ദേഹം ഇപ്പോൾ കോമയിലാണ് എന്ന കാര്യങ്ങളൊക്കെയാണ്. അയാളും വളരെ സഹതാപത്തോടു കൂടി എന്ന വണ്ണമാണ് സംസാരിച്ചിട്ടൊക്കെ പോകുന്നത്. പക്ഷെ ഹോമിങ്ങിന്റെ ഫാദർ ഇനി എന്തായാലും കുറെ നാളത്തേക്ക് എഴുന്നേറ്റ് വരില്ല എന്ന സന്തോഷത്തിലാണ് അയാൾ അത് മനസ്സിലാക്കിയിട്ട് പോകുന്നത്. പക്ഷെ അയാളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇദ്ദേഹം മുന്നേ തന്നെ റിക്കവർ ആയതാണ്. പക്ഷെ കുറച്ചു നാളും കൂടി ഹോസ്പിറ്റലിൽ കിടന്നേ പറ്റുള്ളൂ എന്ന് ഹോമിങ് അച്ഛനോട് പറഞ്ഞിരുന്നു. കാരണം എങ്കിലും മാത്രമാണല്ലോ ആ ഒരു ചെന്നിനെ മുഴുവനായിട്ട് ഇവർക്ക് തകർക്കാനാവുന്നത്. സോ ഇത്രയും നാളെ ഈ ഒരു ഹോസ്പിറ്റലിൽ കിടന്നതിനും അങ്ങനെയൊക്കെ അഭിനയിച്ചതിനും ആണ് ഇവനിപ്പോ ഇദ്ദേഹത്തിനോട് താങ്ക്സ് പറയുന്നത്. ഇനി എന്തായാലും ബോർഡ് മെമ്പേഴ്സിന്റെ മുന്നിൽ അയാൾക്ക് തല ഉയർത്തി നിൽക്കാൻ പോലും ആവില്ല. ഹോമിങ്ങിന് അവിടെ ഇപ്പോ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഹോമിങ് ആണെങ്കിൽ ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോ ആ ഒരു ചെന്നാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റില് കൃത്രിമത്വം കാണിച്ചത് കൊണ്ട് തന്നെ അയാള് ഒഫീഷ്യലി അറസ്റ്റ് ആയിരിക്കുകയാണ്. ആ ഒരു കാര്യം ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും എന്നെ വിശ്വസിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹവും താൻ ഒരുപാട് നാളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിന്റെ ഇടയിൽ കണ്ടുമുട്ടുന്ന മിക്കുള്ളവരും വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ്. മിസ്റ്റർ ചെൻ ആദ്യം തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് തെളിയിച്ചതാണ്. കാരണം നിങ്ങളുടെ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം അയാൾ നേടിയത് ഒരു നല്ല മാർഗത്തിലൂടെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ എപ്പോ വേണമെങ്കിലും കാല് മാറാവുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാണ്. രണ്ടാമത്തെ കാര്യം, നീ എപ്പോഴും എന്നെ സമീപിച്ചിട്ടുള്ളത് നിന്റെ മാത്രം ലാഭം കണ്ടിട്ടല്ല, നമ്മുടെ രണ്ടുപേരുടെയും മ്യൂച്വൽ ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ
നിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാണ്. അതുപോലെ തന്നെ നിന്റെ വൈഫ് ചെയ്തു തന്ന ആ ഒരു സഹായവും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോൾ ഹോമിങ്ങിന് ഒരുപാട് സന്തോഷമാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ സപ്പോർട്ട് കൊണ്ടാണല്ലോ അയാൾക്ക് അങ്ങനെ ഒരു പണി എടുക്കാൻ സാധിച്ചത്. അതിനുശേഷം ഹോമിങ്ങിനെ ആണെങ്കിൽ ഷോയാൻ വിളിച്ചിട്ട് വീട്ടിലേക്ക് വാ, ഇവിടെ ഫാങ് വന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇവളിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവാതെ ഹോമിങ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നു. ഇവളാണെങ്കിൽ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോ ഹോമിങ് ഇവളോട് നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ഒരു ടെസ്റ്റ് എടുത്ത് ഇവരെ കാണിക്കുന്നു. അതായത് ഒരു DNA റിപ്പോർട്ട്. ഹോമിങ്ങും അത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് അത് മറ്റാരുടെയും DNA റിപ്പോർട്ട് അല്ല, ഹോച്ചന്റേതാണ്. ഹോച്ചൻ ഹോമിങ്ങിന്റെ മകനല്ല എന്ന് തെളിയിക്കുന്ന DNA റിപ്പോർട്ടാണ് ഫാങ് ഇപ്പോൾ ഇവന്റെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്. അത് കണ്ട് ഇവര് രണ്ടുപേരും ഷോക്കാവുന്നു. ഫാങ്ങും ഇവരോട് ക്ഷമ പറഞ്ഞിട്ട് ഹോച്ചൻ നിങ്ങളുടെ മകനല്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെയാ പറയുന്നത്, നീ എന്തൊക്കെയാ ചെയ്യുന്നത്, എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുമ്പോ ഇവളും ആ ഒരു കാര്യം പറയുന്നു. ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അതായത് ഇവളുടെ ചേച്ചി ഹോമിങ്ങിന്റെ അടുത്ത് ഇവള് പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാര്യം, ഇവളെ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം ഫാങ്ങിനോട് പറഞ്ഞിരുന്നു. അപ്പോ ഫാങ് ആണെങ്കിൽ ഇത് ആരുടെ കുട്ടിയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവളെ തനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഫാങ് അറിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ഇത് ഹോമിങ്ങിന്റേതാണോ, നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 2 മാസത്തിൽ കൂടുതലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് 2 മാസത്തിൽ കൂടുതലായി, എനിക്കറിയില്ല ഇത് ഹോമിങ്ങിന്റെ കുട്ടിയാണോ എന്ന്. പക്ഷെ ഒരു തവണ ഞങ്ങൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഞാൻ ബാറിൽ പോയ സമയത്ത് ഒരു ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ ഇവള് അപ്പൊ ആ വ്യക്തി ആരാ, അയാളിപ്പോ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ഇവളുടെ ചേച്ചി എനിക്കറിയില്ല, അയാളെ ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് അന്ന് കണ്ടത് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇവളുടെ ചേച്ചി ഇവന്റെ അടുത്ത് വന്ന് അത് ഇവന്റെ കുട്ടിയാണ് എന്ന കാര്യം പറയുന്നത്. അപ്പൊ അതൊക്കെ കേട്ട് ഹോമി ഇവളോട് ഇതെല്ലാം അപ്പൊ എന്തിനായിരുന്നു, അന്ന് നീ ഹോസ്റ്റനാണ് എന്റെ മകനെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടല്ലേ എന്നെ കാണിച്ചത്, അന്ന് നീ അത് എന്തിനു ചെയ്തു, യഥാർത്ഥ റിപ്പോർട്ട് എന്തുകൊണ്ട് എന്നെ കാണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവള് എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്, ഞാനാണ് ആ ഒരു റിപ്പോർട്ട് മാറ്റിയത് എന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് അന്ന് തന്നെ ഹോമിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഹോസ്റ്റൻ ഇവന്റേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോ അവളുടെ ചേച്ചി നിലവിലില്ല, മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആ ഒരു സ്ഥാനം കിട്ടും. ഹോച്ചന്റെ ആന്റി എന്ന നിലയ്ക്ക് ഇവളോട് ഹോമിങ്ങിന്റെ ഫീലിംഗ്സ് പിന്നീട് സ്റ്റാർട്ട് ആവും, അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടാണ് ഇവള് ആ ഒരു റിപ്പോർട്ട് മാറ്റിയത്. ഇവൾക്ക് ഫസ്റ്റിലെ തന്നെ അറിയാം ഹോച്ചൻ ഹോമിങ്ങിന്റെ കുട്ടി അല്ല എന്ന കാര്യം. പക്ഷെ ഇവള് ഹോമിങ്ങിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതും ഇവനെ അത് വിശ്വസിപ്പിച്ചതും. പക്ഷെ ഇപ്പൊ ഇവള് ഭയങ്കരമായിട്ട് തനന്ന് ചെയ്തു പോയത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഷോയാണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. കാരണം ഇവള് ഇതിൽ ഒരുപാട് പേരുടെ ലൈഫ് വെച്ചിട്ടാണല്ലോ കളിച്ചത്. പക്ഷെ ഫാങ്ങിനാണെങ്കിൽ ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് ഭയങ്കരമായിട്ട് കരഞ്ഞ ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇപ്പോ ഞാൻ എന്തായാലും ചിന്തയിൽ വന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കാം, ഹോഷൻ നിങ്ങളുടെ മകനല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കമ്പനി തിരിച്ചു കിട്ടില്ലേ, ഞാൻ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയാം, ഞാൻ അതിന് റെഡിയാണ് എന്ന് പറയുമ്പോൾ ഷോയാന് വീണ്ടും ദേഷ്യം വരാണ്. നീ എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, നീ എപ്പോഴെങ്കിലും ഹോസ്റ്റനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, അവന്റെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ, അവൻ സ്വന്തം അച്ഛൻ ഹോമിങ് ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വളരെ മോശം സ്റ്റേജിലേക്കാണ് പോയത്, അവൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അച്ഛൻ ഹോമിങ് അല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും, ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അവനെ തിരിച്ചുകൊണ്ടുവന്നെന്ന് നിനക്കറിയോ, നീ എപ്പോഴെങ്കിലും അവന്റെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം കേട്ടോ, ആരെ കൊണ്ടും ഞാൻ അവനെ വേദനിപ്പിക്കില്ല, ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കാനും പോകുന്നില്ല, അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ ഷോയാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോ ഹാമിങ്ങും അവന്റെ കയ്യിലുള്ള ആ ഒരു റിപ്പോർട്ട് കയറി കളഞ്ഞിട്ട് ഹോസ്റ്റൻ എപ്പോഴും എന്റെ മകൻ തന്നെയാണ്, ഞാനും ഷോയാനുമാണ് അവന്റെ പാരന്റ്സ്, ഇത് അവന്റെ വീട് തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ ഇവള് വീണ്ടും ഇവരോട് ക്ഷമ ചോദിക്കാണ്. പക്ഷെ അവരെ ക്ഷമിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഉള്ളത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു ബാറിലിരുന്ന് ഫുള്ള് വെള്ളമടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണല്ലോ ഉള്ളത്. ആ ഒരു ചെന്നും സ്റ്റീവും ഒക്കെ ഇവനെ കൈയൊഴിഞ്ഞു. ഇവന്റെ ആ ഒരു ഫ്യൂച്ചർ തന്നെ ഇവനിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ജോലിയും പോയി ഒന്നുമില്ല. സോ അങ്ങനെ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാങ് ആണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളെ കണ്ട് ഇവന്റെ ഒരു ബിസിനസ് കാർഡ് എടുത്തു കൊടുത്തിട്ട് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള സഹായത്തിന് വന്നതാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവള് സ്റ്റീവിനെയും ചെന്നിനെയൊക്കെ അറസ്റ്റ് ചെയ്തു. നിന്നെ അവർ ആദ്യമേ തന്നെ ഒഴിവാക്കിയത് നന്നായി, അല്ലായിരുന്നെങ്കിൽ നീയും ഇപ്പൊ ജയിലിൽ പോവേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൻ നീ എന്നെ കുറ്റപ്പെടുത്താനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവള് ഞാൻ തിരിച്ച് യുകെയിലേക്ക് പോവാണ് എന്ന് പറയുമ്പോൾ ഇവനെ കുറച്ച് വിഷമാവുന്നുണ്ടെങ്കിലും ഇവൻ ഓക്കെ പോവാനായിട്ട് പറയുന്നു. അപ്പോൾ ഇവനെയും ഇവളോടൊപ്പം ചെല്ലാനായിട്ട് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഇവനിങ്ങനെ നോക്കുമ്പോൾ ഇവള് നീ ഒരു നല്ല വ്യക്തിയല്ലെന്ന് എനിക്കറിയാം, എനിക്ക് നല്ല വ്യക്തികളെയും ഒട്ടും ഇഷ്ടമല്ല, നീ എന്തായാലും ആളുകളെ ഹേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മികച്ചൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്റെ കൺട്രോളാണെങ്കിൽ എനിക്ക് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് നീ എന്റെ കൂടെ പോരെ, ഒരു ദിവസത്തെ സമയമുണ്ട് നിനക്ക് ചിന്തിക്കാൻ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് ഉണ്ടായിരുന്നതാണല്ലോ. ഇവൻ ഇവളോടൊപ്പം നിന്ന് രഹസ്യങ്ങൾ ചോർത്താനാണ് ശ്രമിച്ചത് എങ്കിൽ പോലും ഇവന് ഇവളോട് യഥാർത്ഥ ഫീലിംഗ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഹോമിങ് ആണെങ്കിൽ ബോർഡ് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിലാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവനോട് കമ്പനിയിലേക്ക് തിരിച്ചു കാണാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഇവിടെ ചെൻ പുറത്തുപോയി എങ്കിൽ പോലും ഹോമിങ്ങിന്റെ ഫാമിലി മാറ്റേഴ്സ് കാരണം ഈ ഒരു കമ്പനിക്ക് ഒരു ചീത്തപ്പേര് ഉണ്ടായതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവനോട് തിരിച്ചു കയറുമ്പോൾ ഈ ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്,
എന്തർത്ഥത്തിലാണ് ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഹോമിങ്ങും ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് താൻ എന്തായാലും ഈ ഒരു കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കും എന്ന കാര്യം പറഞ്ഞിട്ട് ഇവന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ബോർഡ് മെമ്പേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഷോയാനും ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഓഫ്ലൈനായിട്ട് ഒരുപാട് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് എന്ന കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഹോമിങ് വളരെ നിരാശയിലാണ്. കാരണം ആ ഒരു ഇവന്റെ പ്രപ്പോസൽ ഇവൻ ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് നേടും എന്ന് പറഞ്ഞെങ്കിലും ഇവന്റെ ആ ഒരു ബോർഡ് മെമ്പേഴ്സിന് അത് വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവനെ റിജക്ട് ചെയ്തേക്കാണ്. ഇവന്റെ ഇപ്പോഴത്തെ ആ ഒരു പ്ലാനിങ്ങിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിങ്ങിന്റെ വിഷമം കാണുമ്പോൾ ഷോയാൻ ഇവനോട് ഞങ്ങളുടെ കമ്പനിയും സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ തന്നെ ആയിരുന്നു, ഒരുപാട് റിജക്ഷൻ നേരിട്ടതാണ്. അതിന്റെ പ്രധാന കാരണം ഞങ്ങളുടെ പ്ലാനിങ് തന്നെയായിരുന്നു. ജിയാങ്ങിനോട് പോലും ആദ്യം ഞങ്ങളുടെ പ്ലാൻ അവതരിപ്പിച്ച സമയത്ത് റിജക്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ ചേഞ്ച് വരുത്തിയപ്പോഴാണ് ജിയാങ് പോലും അത് അക്സെപ്റ്റ് ചെയ്തത്. പക്ഷെ പിന്നീട് ഇവരുടെ ഡിസൈനിങ്ങിലായാലും അതുമാത്രമല്ല കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണല്ലോ ഇവരുടെ ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആയത്. ആ ഒരു കാര്യം പറയുമ്പോൾ ഹോമിങ് പെട്ടെന്ന് നിനക്ക് കൾച്ചറിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഹോമിങ് ഇവളെ ഇവന്റെ ആ ഒരു കോ പ്ലാനർ ആയിട്ട് ക്ഷണിക്കുകയാണ്. അതായത് ഇവളെയും കൂടി നാളെ ആ ഒരു ബോർഡ് മെമ്പേഴ്സിന്റെ അടുത്ത് ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഒരു സഹായം ചോദിക്കുന്നു. ഇവളും ഓക്കെ പറഞ്ഞ് ഇവനോട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഹോമിങ്ങും ഇവൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവർക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഇന്നും ബോർഡ് മെമ്പേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും സാധിക്കില്ല. ഇവന്റെ പ്ലാനും കാര്യങ്ങളും ഒന്നും കേൾക്കില്ല ഇനി ഒരിക്കലും. പക്ഷെ ഇവർ രണ്ടുപേരും അവരെ ഞെട്ടിച്ച് കളയുന്ന രീതിയിലാണ് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കാരണം ഇവനാണെങ്കിൽ ഇപ്പോൾ ഷോയാന്റെ സഹായം തേടിയിരിക്കുകയാണല്ലോ. ഇവളുടെ ആൻ സ്റ്റുഡിയോ കൾച്ചറൽ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ ഭയങ്കര മികച്ച രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ സഹായത്തോടു കൂടിയാണ് ഹോമിങ് ആ ഒരു ഇവന്റെ ഇപ്പോഴത്തെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഇതെന്തായാലും വർക്ക്ഔട്ട് ആവും എന്നൊരു തോട്ട് വരെയാണ് എല്ലാവർക്കും. അത്രയും നല്ല രീതിയിലാണ് ഇവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അപ്പോൾ ഇവരാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഹോമിങ്ങിനോട് ഇതിൽ എന്തെങ്കിലും റിസ്കോ കാര്യങ്ങളോ വന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ഫണ്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതിൽ എന്ത് റിസ്ക് വന്നാലും അത് ഞാൻ തന്നെ ഏറ്റെടുക്കും, അതെന്റെ ഫാമിലിയുടെ പൈസ കൊണ്ട് ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ നികത്തും എന്ന് പറയുന്നു. അതായത് ഇവന്റെ പ്ലാൻ കാരണം കമ്പനിക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടോ നഷ്ടങ്ങളോ ഉണ്ടാവില്ല എന്ന തരത്തിലും കൂടി ആ ഒരു കാര്യം ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഹോമിങ്ങിന് ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ഒരു വലിയ പ്രോജക്റ്റ് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു കാര്യങ്ങൾ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണ്. അതിനുശേഷം ഇവരെ എല്ലാവരും വീണ്ടും ആ ഒരു മീറ്റിംഗിനായിട്ട് എത്തിയിരിക്കുകയാണ്. ഹോമിങ്ങിന്റെ ഫാദറും തിരിച്ച് ചെയർമാന്റെ സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഹോമിങ്ങിന് ആ ഒരു ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പഴയതുപോലെയല്ല, എല്ലാവരും ഒരാൾ വിടാതെ എല്ലാവരും ഹോമിങ് ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഹോമിങ്ങിന് വോട്ട് ചെയ്യുകയാണ്, ഇവന്റെ അച്ഛൻ ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ ഹോമിങ് ആ ഒരു ഇലക്ഷനിൽ വിജയിച്ച് ഇവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരും അവനെ അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. കാരണം ഇവനിപ്പോ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തിയാണല്ലോ. ഒരുപാട് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഹോമിങ് അവന്റെ റിസ്കിൽ ഈ ഒരു കമ്പനിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവന് ആ ഒരു പൊസിഷൻ അർഹതപ്പെട്ടതല്ല എന്ന് ആർക്കും പറയാനാവില്ല. ഫൈനലി ഇവന് ആ ഒരു പൊസിഷൻ കിട്ടാണ്. അതുകൊണ്ട് തന്നെ ഹോമിങ് താൻ എന്നും കമ്പനിയുടെ വിശ്വാസം കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ് മെമ്പർ സ്ഥാനത്തേക്ക് ജോയിൻ ചെയ്യുന്നു. അച്ഛനും ഇവന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ വിശ്വാസവും ഒക്കെ ഉണ്ട്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവള് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം സഫലമായിരിക്കുകയാണ്. മുത്തശ്ശിയെ ഇവരുടെ ആ ഒരു നാട്ടില് ഇവരുടെ വീട്ടിൽ കൊണ്ടുവരാൻ ഇവൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഷോയാൻ വളരെ ഹാപ്പിയാണ്. മുത്തശ്ശിയോട് എന്നും ഇവിടെ തന്നെ നിൽക്കാനായിട്ട് പറയുന്നു. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ഞാൻ വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കാം, പക്ഷെ എന്നും എന്നെ കൊണ്ട് നിൽക്കാനാവില്ല. എനിക്ക് എന്റെ വീടും കോഴിയും ആടും കൃഷിയും ഒക്കെ തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വിട്ട് എന്നും ഇങ്ങനെ മാറി നിൽക്കാനാവില്ല, വല്ലപ്പോഴൊക്കെ വന്ന് നിൽക്കാം എന്ന് പറയുമ്പോൾ ഇവരും ഓക്കെ വളരെ ഹാപ്പി ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതിനുശേഷം ഷോയാന്റെ ആ ഒരു ഡയറി ഉണ്ടല്ലോ, അത് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് ഹോമിങ് ആണ്. ഷോയാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയെടുത്ത് ഹോമിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇവനാണ് അതിനുശേഷമുള്ള ഫോട്ടോസ് എല്ലാം തന്നെ അതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് അതിൽ ആഡ് ചെയ്യണം. ഈ ഒരു ഡയറി ഫുള്ള് ഇങ്ങനെ ലൈഫ് ലോങ് അവരുടെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം എന്ന കാര്യം അവർ പ്ലാൻ ചെയ്യാണ്. അതുപോലെ തന്നെ ഹോമിങ് ആണെങ്കിൽ ഇവളോട് നീ എന്റെ ലൈഫിലോട്ട് വന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ലക്ക്, എനിക്ക് നിന്നെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഷോയാനും ഇവൾക്കും അതേപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരെ കിസ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് ഇപ്പൊ മുത്തശ്ശിയാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇവളുടെ പാരന്റ്സും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശിയെ തനിച്ച് വരുന്നതിൽ ഇവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പക്ഷെ അവരാണെങ്കിൽ വളരെ നിർബന്ധം പിടിച്ചാണ് അവിടെ നിന്ന് പോകുന്നത്. ഹോമിങ് ആ ഒരു സമയം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവളുടെ പാരന്റ്സ് ആണെങ്കിൽ ഇവളുടെ ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നീ വിഷമിക്കേണ്ട, ഞങ്ങൾ എന്തായാലും മുത്തശ്ശിയുടെ അടുത്തേക്ക് താമസം മാറാണ്, നീ എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും, മുത്തശ്ശി ഒറ്റയ്ക്ക് ആക്കില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ
ഇവളുടെ പാരന്റ്സ് ഇപ്പോൾ ഇവളോട് വളരെ നല്ല രീതിയിലാണല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവള് അവരെ അച്ഛ അമ്മ എന്ന് വിളിക്കാണ്. എന്നിട്ട് അവരോട് നിങ്ങൾക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരണം, ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ പോകാം, മുത്തശ്ശിയോടൊപ്പം അടുത്ത തവണ നിങ്ങളും എന്തായാലും വരണം എന്ന് പറയുമ്പോൾ ഇവർക്കും ഒരുപാട് സന്തോഷമാവാണ്. അവള് കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ ഇവരെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവരും വളരെ സന്തോഷത്തിലാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവിടെ യോവും അതുപോലെ തന്നെ ലിന്നും വിവാഹിതരായിരിക്കാണ്. അവരുടെ ആ ഒരു നിമിഷങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഷെൻ ആയിരുന്നല്ലോ. ആ ഒരു പ്രശ്നം എന്തായാലും ഇപ്പൊ മാറിയിരിക്കുകയാണ്. ഇവനും ഇവന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇവൻ ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവണം ഇവനിപ്പോ തിരിച്ച് അവന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ജിന്ദ ഗ്രൂപ്പും അതുപോലെ തന്നെ ഷോയാന്റെ യാൻ സ്റ്റുഡിയോയും ആ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ് ആണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഇവർ ഒഫീഷ്യലി തന്നെ സൈൻ ചെയ്യുന്നു. ഇവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു തലത്തിലോട്ട് വരെ രണ്ടുപേരും എത്തിയല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം ഹാപ്പിയാണ്. സോ അവരുടെ ലൈഫ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കാണ്. എല്ലാവർക്കും ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.